ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ ഹിന്ദി യൂണിറ്റ് 2-ലെ ഉജാല എന്നൊരു കഹാനിയാണ് എടുക്കുന്നത്. ഉജാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം. കഹാനിയാണ്, ഇതൊരു കഥയാണ്. ഇത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, അതായത് അതിരിക്ത് വാചനാണ്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങളൊന്നും എക്സാമിന് ചോദിക്കാറില്ല. എങ്കിലും നമ്മൾ ഇത് വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എന്തായാലും ഈ കഥ വായിച്ച് മനസ്സിലാക്കാം. ഉജാല അതായത് വെളിച്ചം എന്ന ഈ കഥ എഴുതിയിട്ടുള്ളത് സേവക് രാം യാത്രിയാണ്. നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം. മേരി ഗാഡി കൈ ഗണ്ടെ വിലംബ് സെ ചൽ രഹി തി. എൻ്റെ വണ്ടി, അതായത് ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത്, അത് ഒരുപാട് മണിക്കൂറുകൾ വൈകിട്ടാണ് ഓടിക്കൊണ്ടിരുന്നിരുന്നത്. ജബ് മേ അകലെ ഗന്തവ്യ സ്റ്റേഷൻ പർ പഹുഞ്ചാ തോ മേംനെ കൈ റിക്ഷാ ചാലകും സെ ജവഹർ കോളനി ചലനെ കോ കഹ. എൻ്റെ സ്റ്റേഷനിൽ, ഞാൻ പോകേണ്ട സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ അവിടെയുള്ള റിക്ഷക്കാരോട് ജവഹർ കോളനിയിലേക്ക് എന്നെ കൊണ്ടുപോവാനായി ഞാൻ അവരോട് പറഞ്ഞു. ചൂംകി ജവഹർ കോളനി സ്റ്റേഷൻ സെ ദൂർ പഡ്തി थी और रास्ता भी सुनसान था, इसलिए कोई भी रिक्शा चालक मुझे जवाहर कॉलोनी ले जाने को तैयार नहीं हुआ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജവഹർ കോളനി, എൻ്റെ സ്ഥലം സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. വഴിയാണെങ്കിൽ വളരെ വിജനമായ, ആൾപ്പാർപ്പൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ റിക്ഷക്കാർ പോലും എന്നെ ആ ജവഹർ കോളനിയിലേക്ക് കൊണ്ടുപോകാനായി തയ്യാറായില്ല. मैं प्लेटफॉर्म से बाहर निकलकर कोई 15 मिनट तक इसी प्रतीक्षा में गड़ा रहा कि कोई रिक्शा चालक न सही, शायद ट्रेन से उतरी कोई सवारी ही उधर जाने वाले दिख जाए. ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ പുറമെ വന്ന് ഒരു 15 മിനിറ്റ് നേരം കാത്തുനിന്നു. ഏതെങ്കിലും റിക്ഷക്കാരല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും ആ ട്രെയിനിൽ നിന്നിറങ്ങിയ യാത്രക്കാര് അങ്ങോട്ടേക്ക് പോകാനുണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ അവിടെ 15 മിനിറ്റ് നേരം കാത്തുനിന്നു. रात गहराने लगी तो सुनसान रास्ते पर जाते हुए मन पक्का नहीं हो पाता. हाँ, संग साथ के लिए कोई उधर जाने वाला मिल जाए तो आदमी निडर होकर जा सकता है. രാത്രി വല്ലാതെ ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ ആ വിജനമായ വഴിയിലൂടെ പോവാനുള്ള ധൈര്യം എനിക്കില്ലാതായി. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഭയമില്ലാതെ പോകാമായിരുന്നു എന്ന് ഞാൻ കരുതി. काफी देर तक जब कोई पहचान वाला नहीं दिखा तो मैंने सोचा अकेले जाने के बजाय स्टेशन के प्रतीक्षालय में रुक कर ही कुछ घंटे बिता लिए जाए. കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടും ഒട്ടും പരിചയക്കാരെ കാണാതായപ്പോൾ ഞാൻ കരുതി, ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം സ്റ്റേഷനിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ, അതായത് വെയിറ്റിംഗ് റൂമിൽ കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാം എന്ന് ഞാൻ കരുതി. മഗർ മേരാ യഹ് സോച്ചാ ഹുവാ ഭി സംഭവ് നഹി ഹുവാ. എന്നാൽ എൻ്റെ ആ ചിന്ത സാധ്യമായില്ല. ക്യോങ്കി പ്രതീക്ഷാലയ മേം ഭീഡ്ഭാഡ് ഇത്തനി സ്യാദാ ഥി कि मुझे वहाँ अपने लिए ठहर सकने की कोई गुंजाइश नजर नहीं आई. എന്നാൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമെന്നുള്ള എൻ്റെ ആ പ്രതീക്ഷയും അസ്ഥാനത്തായിരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും അധികം ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ തങ്ങാനുള്ള ഒട്ടും സാധ്യത അവിടെ ഇല്ലായിരുന്നു. അത്രയും ജനക്കൂട്ടമായിരുന്നു വെയിറ്റിംഗ് റൂമിൽ. ഇസ്കെ അലാവ ദോടി ദോടി സർദി ബി ശുരു ഹോ ചുക്കി ഥി. മാത്രമല്ല അല്പം അല്പം തണുപ്പ് കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു. ജോ രാത് കെ ഗഹരാത്തേക്ക് ഹി ഔർ ബി അധിക് ബഡ് ജാത്തി ഥി. മാത്രമല്ല രാത്രിയാവും തോറും ആ തണുപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മേരെ പാസ് ഓട്ടനെ ബിജാനെ കോ കുച്ച് നഹി ഥാ. എൻ്റെ കയ്യിലാണെങ്കിൽ പുതയ്ക്കാനും വിരിക്കാനും ഒന്നും തന്നെ ഇല്ലായിരുന്നു. अंत में यही तय किया कि साहस से काम लिया जाए और अपनी കോളനി की ओर प्रस्थान कर दिया जाए. അവസാനം ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തു, ധൈര്യത്തോടുകൂടി ഇങ്ങനെ തീരുമാനിച്ചു. എന്താണ്? കോളനിയിലേക്ക് പുറപ്പെടുക തന്നെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. മേ മാർഗ് സെ ബഖൂബി പരിചിത ഥാ. എനിക്ക് നല്ല പരിചയമുള്ള വഴിയായിരുന്നു. അന്തത് മേം മൻ പുക്ത കർക്കെ ചൽ ഹി പട. അവസാനം ഞാൻ മനസ്സിൽ ധൈര്യത്തോടുകൂടി ഉറപ്പിച്ച് നടക്കാനായിട്ട് തുടങ്ങി.
चलते चलते जैसे ही मैं स्टेशन की सीमा से बाहर निकला तो यह देखकर दंग रह गया. നടന്ന് നടന്ന് ഞാൻ സ്റ്റേഷന്റെ അതിർത്തി കടന്നപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഭയന്നുപോയി, അത്ഭുതപ്പെട്ടു പോയി. കി എന്താണ്? സടക്ക് കി ദോനോ തരഫ് ഗഡെ ബിജ്ലി കെ ഗംബോ പർ ഏക് ബി ബൾബ് അഥവാ റോഡ് നഹി ജൽ രഹി ഹെ. ആ റോഡിന്റെ ഇരുവശത്തുമുള്ള ഇലക്ട്രിക് പോസ്റ്റില് ഒരൊറ്റ ബൾബോ ട്യൂബോ കത്തുന്നില്ലായിരുന്നു. അന്ധേരി രാത് തി ഔർ മേരെ സാത്ത് ചലനെ വാല കോയി നഹി താ. കൂരിരുട്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ നടക്കാൻ ആരുമില്ലായിരുന്നു. ഐസി വികട് പരിസ്ഥിതി മേം നിശ്ചിന്ത് ഹോക്കർ ബഡ്ത്തെ ചലേ ജാനാ ഭി സുഖം നഹി താ. ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ചിന്തയുമില്ലാതെ നടക്കുക എന്ന് പറയുന്ന കാര്യവും എളുപ്പമല്ലായിരുന്നു. एक दो वाहन इधर उधर आए गए भी, मगर उनकी क्षीण रोशनी में रास्ता तो दूर तक नहीं देखा जा सकता था. ഒന്നോ രണ്ടോ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അതിന്റെ നേരിയ വെളിച്ചത്തിൽ വഴി കൃത്യമായി കാണാൻ സാധിച്ചിരുന്നില്ല. ഫിർ സടക് ഭി ടീക് നഹി തി, ഉസ്മേ ഭി ജഗഹ് ജഗഹ് ഗട്ടേ ദേ. മാത്രമല്ല വഴിയും അത്ര നല്ലതല്ലായിരുന്നു. അവിടെയും ഇവിടെയും നിറയെ കുഴികളായിരുന്നു. गैर किसी तरह सावधानी से धीमे धीमे चलते हुए मैं एक मोड़ तक पहुंच ही गया. ഒരു വിധത്തിൽ ഞാൻ പതുക്കെ പതുക്കെ നടന്ന് ആ റോഡിലുള്ള ഒരു വളവ് വരെ എത്തിച്ചേർന്നു. വഹാം സെ മേരാ രാസ്ത ദൂസരി ഓർ മുഡ്താ ഥാ. അവിടെ നിന്ന് എനിക്കുള്ള വഴി വേറൊരു വളവിലേക്കായിരുന്നു. തബി മേംനെ ദേഖാ कि थोड़ा सा आगे दो व्यक्ति धीमी गति से एक लालटेन हाथ में लिए आगे बढ़ रहे थे. ഞാൻ മുന്നോട്ട് നോക്കിയപ്പോൾ അല്പം മുൻപിലായിട്ട് കണ്ടു രണ്ട് വ്യക്തികള് പതുക്കെ പതുക്കെ ഒരു റാന്തലും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. മുझे उस लालटेन के प्रकाश से मार्ग दिख सकने की संभावना दिखाई पड़ी. ആ റാന്തലിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കണ്ടു. अंधेरी रात में मुझ यह प्रकाश एक ഈശ്വരീയ വിഭൂതി ജൈസ ജാൻ പട. ഈ കൂരിരുട്ടിൽ ആ ഒരു പ്രകാശം എനിക്കൊരു ദൈവാനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നിയത്. മേം ലപക് കർ ഉൻ ദോനോ കെ നസ്ദീക് പഹുഞ്ച് ഗയ. ഞാൻ കുതിച്ചുകൊണ്ട് അവരുടെ അടുത്ത് എത്തിച്ചേർന്നു. ഉൻകെ ഏകദം നിക്കട്ട് ജാക്കർ മേംനെ പായ കി വേ ദോനോ രാഗീർ തോ നിപട്ട് അന്ധേ ദേ. അവരുടെ വളരെ അടുത്ത് ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ രണ്ടു കാൽനട യാത്രക്കാരും പൂർണ്ണമായും അന്ധരായിരുന്നു. ഉൻകെ ഹാത്ത് മേ ജൽത്തി ലാൽട്ടേൻ ദേഖ് കർ മുझे ഗോർ ആശ്ചര്യ ഹുവ. അവരുടെ കയ്യിൽ കത്തുന്ന റാന്തൽ കണ്ട് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. അപ്നി ജിജ്ഞാസ കാ ദമൻ നഹി കർ പായ തോ മേംനെ പൂച്ച. എനിക്ക് ആ ജിജ്ഞാസ നിയന്ത്രിക്കാനായി കഴിഞ്ഞില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഭായി സുർദാസ് ലോഗോ, സുർദാസ് സഹോദരന്മാരെ, ആപ് ജോ യഹ് ജൽത്തി ലാൽട്ടേൻ ലേക്കർ രാസ്തേ പർ ചൽ രഹേ ഹേ, ഭല ഇസ്സേ ആപ്കോ ക്യാ ലാഭ് മിൽ രഹാ ഹേ. ഹേ സുർദാസ് സഹോദരന്മാരെ, താങ്കൾക്ക് ഈ കത്തുന്ന റാന്തൽ കൊണ്ട് ഈ വഴിയിലൂടെ നടക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ എന്താണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്? സുർദാസ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പ്രാചീന കവികളിൽ ഒരാളായിരുന്ന സുർദാസ് പൂർണ്ണമായും അന്ധനായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. മേരി യഹ് സഹജ് ഉത്കണ്ഠ സുൻകർ വേ ദോനോം ചലത്തെ ചലത്തെ രുക് ഗയേ. എൻ്റെ ഈ സ്വാഭാവികമായിട്ടുള്ള സംശയം കേട്ടിട്ട് രണ്ടുപേരും അവിടെ നിന്നു. ഔർ ഉന്മേം ജോ ഉമ്രമേ ബഡാ ഥാ ബോല. അതിൽ പ്രായം കൂടിയ ആൾ എന്നോട് പറഞ്ഞു, ബാബുജി, ലാൽട്ടേൻ ഹം അപ്നെ വാസ്തേ ലേക്കർ നഹി ചൽ രഹേ ഹേ. സാർ, ഈ റാന്തൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല കൊണ്ടു നടക്കുന്നത്, ബൽക്കി ആപ് ജൈസേ ആങ്ക്വാലോ കെ ലിയേ ലേക്കർ ചൽ രഹേ ഹേ. കൂടാതെ നിങ്ങളെ പോലുള്ള കണ്ണുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെളിച്ചം കൊണ്ടു നടക്കുന്നത്. മേംനെ കഹ. ഉടൻ തന്നെ ഞാൻ ചോദിച്ചു, മേരെ ലിയേ ക്യോ? എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ്? മേരി ആപ്കോ ക്യാ ചിന്ത? എന്നെ കുറിച്ച് ചിന്തിക്കാൻ എന്താണ് കാര്യം? ജിസെ സരൂരത്ത് ഹോഗി വഹ് ഖുദ് അപ്നി റോഷ്നി കാ പ്രബന്ധ് കരേഗ. വെളിച്ചം ആവശ്യമുള്ളവർ സ്വയം അതിനു വേണ്ടിയിട്ടുള്ള
ഏർപ്പാട് ചെയ്യുകയല്ലേ വേണ്ടത്? ഉന്മേം സെ ഏക് ബോല, അതിലൊരാൾ പറഞ്ഞു, നെഹി ബാബുജി, അതല്ല സാർ, യഹ് ബാത്ത് നെഹി ഹെ, ഇതല്ല കാര്യം. जो रात के अंधेरे में आते जाते हैं उन सबके पास उजाले का इंतजाम नहीं होता. ഈ രാത്രിയുടെ ഇരുട്ടിൽ വരികയും പോകുകയും ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലെ വെളിച്ചത്തിനുള്ള ഏർപ്പാടൊന്നും ഉണ്ടാകില്ല. फिर उसने अपनी बातचीत में रोक कर पूछा, क्या आपके पास रोशनी का प्रबंध है? പിന്നീട് തന്റെ സംസാരം നിർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു, എന്താ താങ്കളുടെ കയ്യിൽ വെളിച്ചത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ടോ? उसका प्रश्न सुनकर मेम सक पका गया और जेंबते हुए बोला. അദ്ദേഹത്തിന്റെ ആ ചോദ്യം കേട്ടിട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയി. ആകെ ലജ്ജ കൊണ്ട് ഞാൻ പറഞ്ഞു, നിഹി സുർദാസ്, ഇല്ല സുർദാസ്, മേരെ പാസ് റോഷ്നി കി കോയി വ്യവസ്ഥ നിഹി ഹെ, എൻ്റെ കയ്യിൽ വെളിച്ചത്തിനുള്ള യാതൊരു ഏർപ്പാടും ചെയ്തിട്ടില്ല. മേം തോ ടോർച്ച് ലേക്കർ ബി നഹി ചല, ഞാൻ ടോർച്ച് പോലും കയ്യിൽ കരുതിയിട്ടില്ല. വഹ് ബോല, ബസ് തോ ഫിർ ആപ് ഹി സമജ് ലോ, അയാൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജബ് ഐസി സുൻസാൻ സടക് പർ ആപ്കെ പാസ് ഉജാലെ കെ ലിയെ കുച്ച് നഹി ഹെ തോ ഔരോക്കെ പാസ് ക്യാ പ്രബന്ധ് ഹോഗ, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വിജനമായ റോഡിലൂടെ പോകുന്ന താങ്കളുടെ കയ്യിൽ ഒരു വെളിച്ചത്തിനുള്ള ഏർപ്പാടുമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ എങ്ങനെയുണ്ടാകാനാണ്? इसलिए तो हम रात के समय यह जलती लालटेन लेकर चलते हैं, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി സമയത്ത് കത്തുന്ന റാന്തലും കൊണ്ട് നടക്കുന്നത്. हम तो ठहरे निपट अंधे और हमारे लिए अंधेरे उजाले का कोई फर्क ही नहीं है, ഞങ്ങൾ പൂർണ്ണമായും അന്ധരാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചമെന്നോ ഇരുട്ടെന്നോ ഉള്ള വ്യത്യാസമില്ല. यह लालटेन तो उन सब के लिए है जो अंधेरे में चलते हुए हमारे जैसे ही अंधे हो जाते हैं और हमें टक्कर मारकर चले जाते हैं. ഈ റാന്തൽ അവരെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആരെ പോലുള്ളവർ? ഇരുട്ടത്ത് ഞങ്ങളെ പോലെ അന്ധരാവുകയും ഞങ്ങളെ കൂട്ടിയിടിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കത്തുന്ന റാന്തൽ കൊണ്ട് നടക്കുന്നത്. സച്ചി ബാത്ത് തോ യഹ് ഹെ कि उनकी टक्करों से निजात पाने के लिए ही हम रात को जलती लालटेन लेकर चलते हैं. സത്യം ഇതാണ്, അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടിമുട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കത്തുന്ന റാന്തൽ കൊണ്ട് നടക്കുന്നത്. ആപ് ജൈസെ കിസി ദയാലു സെ ഹി ഹം യഹ് ലാൽട്ടേൻ ജൽവാത്തെ ബി ഹെ, ഞങ്ങൾ താങ്കളെ പോലുള്ള ദയാലുകളായ ആളുകളെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാന്തൽ കത്തിക്കുന്നത്. മേം ഉസ് വ്യക്തി കി സമജ്ദാരി സെ പ്രഭാവിത് ഹോ ഗയ, ഞാൻ ആ വ്യക്തിയുടെ തിരിച്ചറിവിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. വാസ്തവ മേ ഉസ്കി ബാത് മേ ഗഹര സച്ച് ദ, വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു ആഴത്തിലുള്ളൊരു സത്യമുണ്ടായിരുന്നു. ഉസ് സുർദാസ് കി യഹ് കിത്തനി ഗഹരി സൂച്ച് ദി कि दूसरों को प्रकाश देने वाला ही अपनी और दूसरों की राह प्रकाशित कर सकता है. ആ സുർദാസിന്റെ ഉൾക്കാഴ്ച എത്ര വലിയതായിരുന്നു! എന്താണ് അയാളുടെ ഉൾക്കാഴ്ച? മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതിലൂടെ തനിക്കും മറ്റുള്ളവർക്കും വഴിയിലൂടെ പ്രകാശം കിട്ടുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച വളരെ വലിയതായിരുന്നു. मेमने उन दोनों को गहरी कृतज्ञता अनुभव करते हुए धन्यवाद दिया और उनकी लालटेन की रोशनी में बहुत सा बेहद रास्ता पार कर गया. ഞാൻ ആ രണ്ടു പേരുടെയും ആഴത്തിലുള്ള ആ പ്രവൃത്തിയുടെ അനുഭവത്തിൽ ഞാൻ അവരോട് നന്ദി പറഞ്ഞു. മാത്രമല്ല അവരുടെ ആ റാന്തലിന്റെ വെളിച്ചത്തിൽ വളരെ ദുർഘടമായ കുറേ വഴികൾ കൂടി എനിക്ക് മറികടക്കാനും സാധിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും ആ നന്മയുടെ ഒരു ഗുണം നമുക്കും ലഭിക്കുമെന്നുള്ളൊരു സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.